നമസ്കാരം. 2 ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇറാന് മേലുള്ള യുദ്ധം വിജയിച്ചുവെന്നാണ്. കേവലം 4 ആഴ്ച കൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലെത്തി. ഇറാൻ്റെ നേവിയെ പൂർണ്ണമായും ഇല്ലാതാക്കി, എയർഫോഴ്സിന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കി, ഇറാൻ്റെ ആയുധ ശേഖരമെല്ലാം പൂർണ്ണമായും നശിപ്പിച്ചു. ഇനി ഒരിക്കൽ കൂടി ഇറാന് നാശകരമായ ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഇല്ലാതാക്കി. ഇറാൻ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ള സകലരെയും വകവരുത്തി. അങ്ങനെ അമേരിക്കയ്ക്ക് ഇനി ഇറാൻ ഒരു ഭീഷണിയുമാവില്ല. അമേരിക്ക കൂടുതൽ സുരക്ഷിതമായി. ഒരു തരത്തിലും ഇറാന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കി. സർവനാശമാണ് നമ്മൾ ഇറാനിൽ വിതച്ചിരിക്കുന്നത്. ഇനി ഇറാൻ മര്യാദക്കാരായി ജീവിക്കും. ഔദ്യോഗികമായ യുദ്ധം അവസാനിക്കാൻ 4 ആഴ്ച കൂടി എടുത്തെന്ന് വരും. പക്ഷേ യുദ്ധം വിജയിച്ചിരിക്കുന്നു. ഇതായിരുന്നു ട്രംപിൻ്റെ പ്രഭാഷണം. ട്രംപിൻ്റെ അവകാശവാദം കഴിഞ്ഞ് 2 ദിവസം പിന്നിട്ടിട്ടില്ല. ഇറാൻ പൂർവാധികം ശക്തിയായി തിരിച്ചടിക്കുന്നു. 35-ാം ദിവസത്തിലേക്ക് കടന്ന യുദ്ധത്തിൽ ആദ്യമായി അമേരിക്കയ്ക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അവരുടെ വിലയേറിയ 2 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇറാനിയൻ മിസൈലുകൾ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ തകർത്തു. ഒരു പൈലറ്റിനെ രക്ഷിച്ചെടുക്കാൻ അമേരിക്കയും അയാളെ ജീവനോടെ പിടികൂടാൻ ഇറാനും തീവ്രമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞില്ല. അയൽ രാജ്യങ്ങൾക്ക് മേലുള്ള ഇറാൻ്റെ ആക്രമണം പഴയതുപോലെ തന്നെ തുടരുന്നു. UAE തലസ്ഥാനമായ അബുദാബിയിലെ പ്രകൃതിവാതക ശുദ്ധീകരണ സംവിധാനങ്ങൾക്ക് മേലെ ആക്രമണമുണ്ടായി. ഇതോടുകൂടി UAE ഏറ്റവും വലിയ പ്രകൃതിവാതക ശുദ്ധീകരണ പ്ലാന്റ് അടച്ചിട്ടു. കുവൈറ്റിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്നു. അനേകം എണ്ണപ്പാടങ്ങളിൽ അഗ്നി പടർന്നതായി റിപ്പോർട്ടുണ്ട്. അതിനേക്കാൾ കുവൈറ്റിനെ ഞെട്ടിച്ചത് കുവൈറ്റിലെ 90% ശുദ്ധവെള്ള സംവിധാനത്തെയും കൺട്രോൾ ചെയ്യുന്ന ഡിസാലിനേഷൻ സെൻറ്റർ തകർത്തു എന്നതാണ്. കടൽ വെള്ളത്തെ വേർതിരിച്ച് ശുദ്ധവെള്ളമാക്കി മാറ്റുന്ന ഡിസാലിനേഷൻ സെൻറ്ററാണ് കുവൈറ്റിലെ കുടിവെള്ള വിതരണത്തിൻ്റെ സുപ്രധാനമായ ഘടകം. അത് തകർത്തിരിക്കുന്നു എന്ന് കുവൈറ്റിന് പോലും സ്ഥിരീകരിക്കേണ്ടി വന്നു. ഇസ്രായേൽ ഏറ്റവും വലിയ തുറമുഖമായ ഹൈഫയിലേക്ക് വീണ്ടും ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. എന്ന് വെച്ചാൽ ഒരു രാജ്യവും ഇപ്പോഴും സുരക്ഷിതമല്ല. അയൽ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. അമേരിക്കയുടെ A-10 വർത്തോഗ് എന്ന യുദ്ധവിമാനമാണ് ആദ്യം ഇറാൻ ആകാശത്ത് വെച്ച് വെടിവെച്ച് വീഴ്ത്തിയത്. വിമാനം കത്തിപ്പടരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. ആ വിമാനത്തിൽ നിന്നും പൈലറ്റ് പാരഷൂട്ടിൽ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. അമേരിക്കൻ പൈലറ്റിനെ അതിസാഹസികമായി തന്നെ അമേരിക്കൻ സേന രക്ഷപ്പെടുത്തിയെടുത്തു എന്നതാണ് അമേരിക്കയ്ക്ക് ലഭിച്ച ഏക കയ്യടി. എന്നാൽ ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത US ബ്ലാക്ക് ഹോക്കിന് നേരെ ആക്രമണമുണ്ടായി എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്ക അത് നിഷേധിച്ചിട്ടില്ല. US A-10 വർത്തോഗ് ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അമേരിക്ക ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ യുദ്ധവിമാനം എന്ന് കണക്കാക്കുന്ന F-15E സ്ട്രൈക്ക് ഈഗിളും ആക്രമിച്ചു. ആ യുദ്ധവിമാനവും തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും F-15 ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അമേരിക്ക നിഷേധിക്കുകയായിരുന്നു. തെളിവുകൾ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇക്കുറി അമേരിക്ക മൗനം പാലിക്കുന്നു എന്ന് മാത്രമല്ല, പാനിക്കായി രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. F-15E സ്ട്രൈക്ക് ഏഗിളിൽ 2 പൈലറ്റുമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാളെ രക്ഷിച്ചെടുത്തെന്നും മറ്റേയാളെ കണ്ടെത്തുന്നതിനുള്ള നീക്കം തകൃതിയായി നടക്കുന്നു എന്നുമാണ് റിപ്പോർട്ട്. ആ പൈലറ്റിനെ പിടികൂടി ഏൽപ്പിക്കാൻ ഇറാൻ ജനതയോട് ഇറാൻ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപയാണ് പ്രതിഫലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും ആ പൈലറ്റിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ആ പൈലറ്റിനെ ജീവനോടെ ഇറാൻ പിടികൂടിയാൽ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറും. ട്രംപിനെയും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ്. യുദ്ധം അവസാനിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാകുന്നത്, ഈ ആക്രമണങ്ങളിലൊക്കെ അനേകം പേർക്ക് പരിക്കേൽക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിലും ആശങ്കയുണ്ടാക്കുന്നു. ഇതിനോടകം 356 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റെന്നും 13 പേർ കൊല്ലപ്പെട്ടു എന്നും അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. അതിനിടയിൽ ചില മാധ്യമപ്രവർത്തകർ ട്രംപിനെ പ്രകോപിപ്പിക്കാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയ പശ്ചാത്തലത്തിൽ ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ടോ, തിരിച്ചടി കൊടുക്കില്ലേ എന്നായിരുന്നു ഒരു ചോദ്യം. അപ്പോൾ സംയമനത്തോടെയാണ് ട്രംപ് മറുപടി പറഞ്ഞത്. പതിവില്ലാത്ത സംയമനം.
2 യുദ്ധവിമാനങ്ങൾ വീണിട്ടും ട്രംപ് മൗനം പാലിച്ചു, ക്ഷമ കാണിച്ചു എന്നത് സകലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാനെ തീർത്തുകളയും, പവർ പ്ലാന്റുകൾ ഇല്ലാതാക്കും, ചുട്ടുകരിക്കും, അണുബോംബിടും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്ന ട്രംപ് 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വീണപ്പോൾ സംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു, ചർച്ച ഇനിയും തുടരും, ഇത് യുദ്ധമാണ്, യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ സ്വാഭാവികം. എന്നുവെച്ചാൽ ഇറാന്റെ ആക്രമണത്തിൽ 2 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുകയും ഒരു പൈലറ്റിനെ കുറിച്ച് വിവരമില്ലാതിരിക്കുകയും ചെയ്തിട്ടും പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാടിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. ഇങ്ങനെയായിരുന്നില്ല ഇതുവരെ ട്രംപ്. തുടർച്ചയായി പ്രകോപിപ്പിച്ചിരുന്നു. നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ തീർത്തുകളയും, അന്ത്യശാസനം പലതവണ കൊടുത്തിരുന്നു. പക്ഷെ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചാണ് ട്രംപ് രംഗത്തിറങ്ങിയത്. എന്നാൽ അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനെ തടയാനോ യുദ്ധം അവസാനിപ്പിക്കാനോ ട്രംപിനോ അമേരിക്കയ്ക്കോ കഴിയുന്നില്ല. ഇറാൻ വെടിവെച്ചിട്ട F-15E സ്ട്രൈക്ക് ഈഗിളിൻ്റെ വില $100 മില്യൺ. അമേരിക്കയ്ക്ക് ഒരിക്കലും അത് താങ്ങാനുള്ള ശേഷിയില്ല. കാരണം അത്ര നിർണായകമായ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന യുദ്ധവിമാനം എന്നാണ് കണക്കാക്കപ്പെട്ടത്. ഇവിടെയാണ് അമേരിക്കയ്ക്ക് അടിപതറുന്നത്. ഇറാൻ ഇപ്പോഴും ആക്രമണശേഷി ഉണ്ടെന്നും ചർച്ചയ്ക്ക് വഴങ്ങാത്തതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയെന്നുമുള്ള ആശയക്കുഴപ്പം ട്രംപിനെ ബാധിക്കുന്നു. ട്രംപിൻ്റെ എല്ലാ ഭീഷണികളും മുന്നറിയിപ്പുകളും അനുനയ നീക്കവും പരാജയപ്പെട്ടു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് പറഞ്ഞ് ട്രംപ് പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇറാൻ നിഷേധിച്ചിരുന്നു. ഇറാൻ വഴങ്ങാതിരുന്നിട്ടും 15 പദ്ധതി ഇറാന്റെ മുമ്പിൽ പാകിസ്ഥാൻ വഴി വെച്ചു എന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ ഇറാൻ പറയുന്നു, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ശത്രുവിനോട് ചർച്ച ചെയ്യേണ്ട സമയമല്ലിത്, യുദ്ധം വിജയിക്കേണ്ട സമയമാണെന്ന്. എങ്ങനെ തലയൂരാൻ കഴിയും എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒരെത്തും പിടിയുമില്ല. എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചു പോകാൻ വേണ്ടിയാണ് 4 ആഴ്ച സമയം കൊടുത്തത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഇറങ്ങിപ്പോയാൽ ഇറാൻ കൂടുതൽ ശക്തിപ്പെടുമെന്നും GCC രാജ്യങ്ങൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി റഷ്യയോടും ചൈനയോടും കൂറ് പ്രഖ്യാപിക്കുമെന്നും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നു. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ എണ്ണയ്ക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം എണ്ണയുണ്ട്, ഇല്ലാത്തവർക്ക് ഞങ്ങൾക്ക് തരാം, വേണ്ടവർ പോയി തുറന്നെടുക്കൂ, ഹോർമൂസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴും യുദ്ധം അവസാനിപ്പിച്ചിട്ട് പോയാൽ അത് കീഴടങ്ങലാകും. അവിടെ സംഭവിക്കാൻ പോകുന്നത് സുരക്ഷാ ബോധം നഷ്ടപ്പെടുന്ന UAEയും സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും ബഹ്റൈനും അടങ്ങുന്ന GCC രാജ്യങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടും ഇറാനെ നേരിടാൻ. ഇതോടുകൂടി ഈ രാജ്യങ്ങളിലെ എല്ലാ അമേരിക്കൻ ബേസ് ക്യാമ്പുകളും ഒഴിവാക്കേണ്ടി വരും. അമേരിക്കയ്ക്ക് ഏഷ്യയുടെ മേലുള്ള സമ്പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എങ്ങനെ തലയൂരണം എന്നതിനെക്കുറിച്ചൊരു ധാരണയും ട്രംപിനില്ല. യുദ്ധം തുടർന്നാൽ ഏറ്റവും അധികം നഷ്ടമുണ്ടാവുന്നത് GCC രാജ്യങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങിവെച്ച അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കട്ടെ, അവർ തന്നെ എല്ലാം പരിഹരിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് GCC രാജ്യങ്ങൾ മാറുന്നത്. യുദ്ധം തുടങ്ങിവെച്ചത് അമേരിക്കയാണ്, അവർ പിന്മാറണം, അവർ ഞങ്ങൾക്കുണ്ടാക്കിയ നഷ്ടത്തിന് പരിഹാരം നൽകണം എന്ന നിലപാടാണ് ഇറാൻ്റേത്. ഇതിനിടയിൽ മറ്റൊരു നാടകീയ സംഭവം കൂടിയുണ്ടായി. ഫ്രാൻസിൻ്റെ ഒരു എണ്ണക്കപ്പലിനെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകി. ഇത് പലരുടെയും നെറ്റിച്ചുളിപ്പിച്ചിട്ടുണ്ട്. ട്രംപിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എടുത്ത നിലപാടിന് തുടർച്ചയായാണ് ഇറാന്റെ വിട്ടുവീഴ്ച. അതായത് അമേരിക്കയെ പരസ്യമായി തള്ളിപ്പറയുന്ന രാജ്യത്തോട് വിട്ടുവീഴ്ചയ്ക്കൊരുക്കമാണ് ഇറാൻ എന്ന് ഈ തീരുമാനത്തിലൂടെ കാണിച്ചു കൊടുത്തു. അത് അമേരിക്ക അക്ഷരാർത്ഥത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആവേശത്തോടുകൂടി എടുത്തു ചാടി തുടങ്ങിയ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതായിരിക്കുന്നു ട്രംപിനും അമേരിക്കയ്ക്കും.